എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വായനാരാമത്തിലേക്ക് സ്വാഗതം. സ്നേഹം നിറഞ്ഞ ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ അസ്തമനത്തിന് നേരെ എന്ന ചെറുകഥ. കഥയിലേക്ക് നേരിട്ട് തന്നെ. രാവിലെ എഴുന്നേക്കാൻ വൈകി. ഉറങ്ങാൻ വൈകിയതുകൊണ്ടാവും വെളിച്ചമായത് അറിഞ്ഞില്ല. ഏട്ടന് ചായ ഉണ്ടാക്കി കൊടുത്തു. കുളിച്ച് സഹസ്രനാമം ചൊല്ലി ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കി വെച്ചു. നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. ഏട്ടൻ വന്ന ശേഷം ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. സ്ഥിരം പോകാറുള്ളതാ. എന്തോ തടസ്സം പറയാതെ കൂടെ വന്നു. നമ്മുടെ ഭരദേവതയെ മനസ്സ് ചുട്ടു പ്രാർത്ഥിച്ചോളൂ. തൊഴുതു പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു. തൊട്ടതാ നമ്മുടെ തറവാട്, ഒന്ന് കയറിപ്പോവാം. നിങ്ങളൊക്കെ പിറന്നു വീണ വീടാ. ഞാൻ മാത്രമേ തൃശ്ശൂർക്കാരിയുള്ളൂ. ഒന്നും മിണ്ടാതെ കൂടെ വന്നു. സതിച്ചെറിയമ്മയും മക്കളുമാണ് തറവാട്ടിൽ. വേണുവേട്ടൻ്റെ ആദ്യത്തെ ഭാര്യ സതി ചെറിയമ്മയുടെ മോളല്ലായിരുന്നോ? ചെന്ന് കയറിയതും വല്യമ്മമ്മയെന്ന് കുട്ടികൾ ഓടി വന്നു. കയ്യിൽ ഞാന്നു. സതി ചെറിയമ്മ കിടപ്പാ, അകത്ത് പോയി കാണാം. അകത്ത് ചെന്നു. കുളിച്ച് കുറിയിട്ടിരിക്കുന്ന ചെറിയമ്മയ്ക്ക് എന്തോ ഒരു ഐശ്വര്യം. വാക്കറിൽ നടക്കും. ഒരു വീഴ്ചയിൽ തുടയിലൊടിഞ്ഞു. ഓപ്പറേഷൻ ചെയ്തതാണ്. ഇതാരാന്ന് ചെറിയമ്മയ്ക്ക് മനസ്സിലായോ? കണ്ണിന് മീതെ കൈവച്ചുകൊണ്ട്. എന്താ സംശയം? ഇവിടെ ബാലകൃഷ്ണൻ ഇപ്പോൾ വന്നു. ഒരാഴ്ചയായി. നീ പറഞ്ഞയക്കണ്ട, നീ ഒറ്റയ്ക്കല്ലേ? ഏട്ടൻ ചിരിച്ചു. ഞാനും യാത്ര പറഞ്ഞ് മടങ്ങി. വീട്ടിൽ കാപ്പി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഏട്ടനോട് ചോദിച്ചത്, ശരിക്കും എന്താ ഏട്ടൻ്റെ പ്രശ്നം? മക്കളുടെ തീരുമാനം എടുക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തിനാ ഓമനയുടെ അടുത്ത് പോയത്? രാമു പോവാൻ പറഞ്ഞോ? അതൊന്നുമില്ല, എൻ്റെ കാര്യമൊന്നും ശരിയാവണില്ല. ഭക്ഷണമൊക്കെ ഒരു വക. വല്ലപ്പോഴും ഒരു ഞായറാഴ്ച മീൻ വാങ്ങുക. ചിക്കനും മട്ടനും ഒക്കെ വല്ലപ്പോഴും. ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് ശീലിച്ചതല്ലേ. അത് ശരി. രാമുൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകണ്ടേ? നിങ്ങളുടെ ഭാര്യയുടെ പോലെ സപ്രപഞ്ചത്തിലിരുന്ന് പണിക്കാരിക്ക് ഓർഡർ ഇട്ടാൽ പോരല്ലോ. നിങ്ങളുടെ മോന് എന്താ ജോലി? മാസം എന്താ വരുമാനം? തഹസീൽദാരുടെ പോലെ പെൻഷനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളുടെ കട വിറ്റ സമ്പാദ്യമില്ലേ? നിങ്ങൾക്ക് വല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് തിന്നൂടെ? എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല സുമേ. നമ്മുടെ അച്ഛൻ്റെ സ്വത്ത് തൃശ്ശൂർ പട്ടണത്തിൽ 20 സെൻറ്റ് സ്ഥലം, നല്ലൊരു വീട് നമുക്ക് തന്നതല്ലേ. ഒരു നയാ പൈസ അതിൽ നിന്ന് എനിക്ക് തന്നിട്ടില്ല. അച്ഛൻ പിരിഞ്ഞപ്പോൾ കിട്ടിയ കാശുകൊണ്ട് നല്ലൊരു കച്ചവടം ഇട്ട് തന്നു. 10 കൊല്ലം മുമ്പ് 20 ലക്ഷത്തിനല്ലേ കട നിങ്ങൾ വിറ്റത്. നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ. ഓഹരി വെച്ചത് നിങ്ങളുടെ വൈഭവക്കാരും മക്കൾ. അത് വാടകയ്ക്ക് കൊടുത്താൽ 10,000 കിട്ടുമല്ലോ. ഒക്കെ എൻ്റെ യോഗം. നല്ലൊരു കാശ് കടം തീർക്കാനായി. ബാക്കിയുള്ളത് ഓമനയുടെ മോളുടെ കല്യാണത്തിന് കടം കൊടുത്തു. തരാമെന്ന് പറഞ്ഞതല്ലാതെ തന്നില്ല. ഫ്ലാറ്റ് മോള് താമസമാക്കി. മാസം 10,000 തരാമെന്ന് പറഞ്ഞിട്ട് അവൾ തരണില്ല. ഞാൻ എന്താ ചെയ്യുക? നിങ്ങളുടെ ഭാര്യയുടെ അതിബുദ്ധി മക്കൾക്കും കിട്ടാതെ വരുമോ? ഭാര്യയെ പൊട്ടൻ കളിപ്പിച്ചതിലെന്ത്? ഇനി മക്കൾ നിങ്ങളെ പൊട്ടനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ചെയ്യുക എൻ്റെ കുട്ടിയെ? അതിനൊക്കെ വഴിയുണ്ട്. രാമു കണ്ടെത്തിയ വഴി. ഭാര്യ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി അവനും നിങ്ങളും കൂടി താമസിക്കാന്നാ. അവൻ്റെ ഭാര്യയല്ലേ നിങ്ങളുടെ ശത്രു. എൻ്റെ തെറ്റാണ്. ഇപ്പം എനിക്കും അതൊക്കെ മനസ്സിലായി. ഞാൻ തിരിച്ചു പൊക്കോളാം. അവനോട് വരാൻ പറയാം. അങ്ങനെ അവസാനിപ്പിച്ചാൽ പറ്റില്ല. ഞാൻ ഏട്ടൻ്റെ കൂടെ വരികയാണ്. ഇന്ന് രാമുവിനോട് പറയണം ഓമനയുടെ മോളോട് സ്ഥലം ഒഴിയാൻ പറയാൻ. ഏട്ടനും വിളിച്ചു പറയണം ഞാനും ഏട്ടനും കൂടി അവിടെ താമസിക്കാൻ പോകണമെന്ന്. ഒരാഴ്ചക്കകം ഒഴിഞ്ഞില്ലെങ്കിൽ വലിച്ചു പുറത്തിടാം. പിന്നെ ഓമനയ്ക്ക് കാശ് കൊടുത്തതിന് തെളിവുണ്ടോ? ഉവ്, ചെക്കായ കൊടുത്തത്. എത്ര ലക്ഷം? 10 ലക്ഷം. 2 കൊല്ലമായില്ലേ. പലിശ അടക്കം തന്നില്ലെങ്കിൽ കേസ് കൊടുക്കും. ഏട്ടന് ജീവിക്കാൻ വരുമാനമില്ല. മകൻ മാസം ചെലവ് നോക്കി വട്ടച്ചെലവിന് മാസം 2,000 രൂപ തരല്ലേ. നിങ്ങളുടെ പെൺകുട്ടികൾ ഫ്ലാറ്റും വിറ്റ് കാശാക്കി കയ്യിൽ കാശും വാങ്ങി. അത്ര സാമർഥ്യം പാടില്ലല്ലോ. ഫ്ലാറ്റ് ഒഴിഞ്ഞ് കിട്ടിയാൽ 2 മാസം അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോരും. വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ ഒരു വരുമാനമാവും. കാശ് അവളുടെ കയ്യിൽ നിന്ന് കേസ് കൊടുത്തിട്ടായാലും വാങ്ങണം. ജീവിക്കാനുള്ള കാശാവുമ്പോൾ വേഗം തീർപ്പാക്കി തരും. മാസം 5,000 രൂപ ചെലവിനും വാങ്ങണം.
40 ലക്ഷം വീതം ഫ്ലാറ്റ് വിറ്റ് കൊണ്ടുപോയതല്ലേ. 10 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ പലിശ കുറവാണ്. ഒരു 7,000 കിട്ടുമായിരിക്കും. അത് നിങ്ങൾക്ക് ചിലവിന് തികയില്ല. ഫ്ലാറ്റ് മെയിൻ്റനൻസ്, ഇലക്ട്രിസിറ്റി, സ്വയം ജോലിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സഹായിക്ക് കൊടുക്കാൻ കാശൊക്കെ വേണ്ടേ. 3 മക്കളും 5,000 രൂപ വീതം ചിലവിന് തരണം. വിട്ടുകൊടുക്കണ്ട. അത്ര മിടുക്കികളായാൽ പറ്റില്ലല്ലോ. അതൊക്കെ നടക്കുമോ? അവൾ സ്ഥലം മാറിയില്ലെങ്കിൽ പോലീസിനെ കൂട്ടിപ്പോയി വലിച്ചു പുറത്തിടണം. പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്ത് ചിലവിൻ്റെ കാര്യത്തിൽ തീർപ്പാക്കണം. ഇപ്പോൾ വയസ്സായവരുടെ കാര്യത്തിൽ നിയമമൊക്കെ ഉണ്ട്. ഏട്ടൻ്റെ പേരിൽ സ്ഥലം വിറ്റതും ഫ്ലാറ്റ് പങ്കുവെച്ചതും അവർ വിറ്റതും ഏട്ടൻ്റെ പൈസ കല്യാണത്തിന് കടം വാങ്ങിയതും ഒക്കെ തെളിവുണ്ട്. പിന്നെന്താ പ്രശ്നം? കേസ് നടത്താനും ബുദ്ധിമുട്ടില്ല. സതിച്ചെറിയമ്മയുടെ മകൻ തൃശ്ശൂർ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യണേ. എന്തെങ്കിലും ചിലവ് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ വേണ്ട കാശുണ്ട്. TTCക്കാരനും ഞാനും അസല് പിശുക്കരും അധ്വാനികളും ആയിരുന്നു. വേണുവേട്ടൻ്റെ മക്കളാണെങ്കിൽ മുടങ്ങാണ്ട് എൻ്റെ അക്കൗണ്ടിൽ കാശ് അയക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യമൊക്കെ ശരിയായ ഏട്ടൻ രാമുൻ്റെ അടുത്ത് തന്നെ നിൽക്കാം. അതത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ എല്ലാവരുടെയും സ്നേഹം മനസ്സിലായി. ഞാൻ അവളോടും അവനോടും കാണിച്ചത് മോശമായിപ്പോയി. ഇതെപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആ ചെക്കന് ട്യൂട്ടോറിയൽക്കാർ 15,000 രൂപ ശമ്പളം കൊടുക്കുന്നത്, 4,000 രൂപ മെയിൻ്റനൻസ്, ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളത്തിന് ചാർജ്, മാസം ഏട്ടന് 2,000 രൂപ പോക്കറ്റ് മണി, മരുന്നും ഡോക്ടറും ഒക്കെ കൂടി 2,000, സ്കൂട്ടറിന് പെട്രോൾ അടിക്കണം. അതൊക്കെ കഴിഞ്ഞ് വീട്ടു ചിലവിന് വല്ലതും ബാക്കിയുണ്ടോ? ആ പെൺകുട്ടി വീട്ടിൽ പണിയും കഴിച്ച് ജോലിക്ക് പോവാണ്ട കുടുംബം കഴിയണേ. ഒരു പണിക്കാരിയെ കൂടി അത് നിർത്താത്തത് കാശില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വല്ല അസുഖം വന്ന് ആസ്പത്രി കിടന്ന് എവിടുന്നാ അവൻ ചിലവ് ചെയ്യുക? ഇത് വല്ലതും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോഴും അടുക്കളയിലും പുറത്തും 2 ബാല്യക്കാരും വെച്ച് കുടുംബം ഭരിച്ചിരുന്ന ഭാര്യയും ഏഷണി കൊച്ചമ്മമാരും മക്കളുടെ വാക്ക് തന്നെയാണ് വലുത്. ഇല്ല, ഇപ്പം എല്ലാം എനിക്ക് മനസ്സിലായി. നിന്നോട് ചെയ്തതിനും കുറ്റബോധമുണ്ട്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതിന് ഏട്ടന് വിഷമമുണ്ടാവും. ഭാര്യ ആയാലും മക്കളായാലും ഓരോന്ന് പറഞ്ഞ് പിരികേറ്റുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കണം. നമ്മൾ ആരുടെ സംരക്ഷണത്തിലാന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കണം. വീരശൂര പരാക്രമങ്ങളൊക്കെ ഒന്ന് കുറച്ചോളൂ ബാലകൃഷ്ണ മേനോനെ. വയസ്സുകാലത്ത് നേരത്ത് വെള്ളം കിട്ടണത് തന്നെ ഭാഗ്യം. ഞാൻ ഓമനയും ശോഭനയും ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ കാര്യമായി എടുത്തു. അവരൊക്കെ നന്നായി ജീവിക്കുന്നു. ഇവിടെ ഞാൻ കഷ്ടപ്പെടില്ലേ എന്ന് വിചാരിച്ച്. അതിപ്പോൾ ബോധ്യമായില്ലേ? അവരുടെ സ്നേഹവും നീട്ടൂരും. നിങ്ങൾ രാമുവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന അത്ര സൗകര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പെങ്ങളായ എന്നോട് എന്തെങ്കിലും നീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഭാര്യയുള്ള കാലം അവരുടെ ഭരണമായി. ഇനി മക്കളും നിങ്ങളെങ്ങനെ ഭരിക്കണ്ട. ഞാൻ പറയണത് കേൾക്കാൻ തയ്യാറുണ്ടോ? നീ രാമും എന്ത് പറഞ്ഞാലും അനുസരിക്കാം. എനിക്ക് ഒരു വിവേകവും ഇല്ലാണ്ടായി. എൻ്റെ തെറ്റ് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ബാലകൃഷ്ണ മേനോനെ. ഉഷാറാവണം. ഞാൻ മാത്രമല്ല, 4 പെങ്ങന്മാരുണ്ട് കൂടെ. ചേച്ചിമാരൊക്കെ ഈ ആഴ്ച വരും. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും താമസിക്കും. എൻ്റെ മക്കൾക്കും അവർ വലിയമ്മമാർ. ഓമനയും ശോഭനയും വിളിക്കുമ്പോൾ മേനോൻ കാലും മറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാനേറ്റു. നാളെ നമുക്ക് ഗുരുവായൂരൊന്ന് പോയി തൊഴണം. എല്ലാം ശരിയാവും മേനോനെ.